കടലെടുത്തു പോയാലും അവിടെ വന്നും പൂജിക്കും. നരേന്ദ്രമോദി ദ്വാരക നഗരി കടലിനടിയിൽ പോയി സന്ദർശിച്ച് നൽകിയ സന്ദേശം ഇങ്ങനെയാണോ വായിച്ചെടുക്കേണ്ടത്? അല്ല, ആ ഒരു ദ്വാരക സന്ദർശിച്ചു എന്നുള്ള സന്ദേശമല്ല. അതിൽ നമ്മളുടെ സിവിലൈസേഷൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു മുന്നണി പോരാളിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഒരു രാഷ്ട്രത്തിൻ്റെ എക്സിസ്റ്റൻസ് എവിടെയാണ്, നമ്മൾ ആരാണ്, നമ്മളുടെ അടിത്തറ എന്താണ്, ആ അടിത്തറയിൽ പെടുന്നതാണ് അയോധ്യ, ദ്വാരക, രാമേശ്വരം, ശ്രീരംഗം, വാരാണസി, ഹിമാലയം. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ ഭാരതമില്ല, ഭാരതീയനുമില്ല. ഞാൻ പറഞ്ഞ കാശി മാത്രം ടീച്ചർ പറഞ്ഞില്ല. ജ്ഞാൻവാപിയുടെ പൂജ തുടരാൻ ഞാൻ ഒരു പക്ഷേ വാരാണസി എന്ന് പറഞ്ഞു, അതല്ലേ കാശി. അതെ അതെ, ഇത് ജ്ഞാൻവാപിയുടെ വിധി വന്നിട്ടുണ്ടെന്ന്. അത് വന്നോട്ടെ, അത് കോടതിയിൽ കിടക്കുന്ന പ്രശ്നം കോടതിയുടെ വിധി വരും. പ്രധാനമന്ത്രിയുടെ ഒരു ചുമതല എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ വീണ്ടെടുക്കുക, രാഷ്ട്രത്വം വീണ്ടെടുക്കുക. ഇത് കഴിഞ്ഞ തവണ അദ്ദേഹം അയോധ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ വന്നിരുന്നില്ല. രാമേശ്വരത്ത് ആ സമയത്ത് വ്രതമനുഷ്ഠിക്കുകയാണ് 11 ദിവസത്തെ. SPG ഗ്രൂപ്പിനെ കൊണ്ട് തൻ്റെ മുറിയിലുള്ള കട്ടിൽ പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് നിലത്ത് കിടന്നുറങ്ങി. അത് വ്രതത്തിൻ്റെ ഭാഗമാണ്. അത് തമിഴ്നാട്ടിൽ കൊടുത്ത സന്ദേശം വളരെ വലുതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീരംഗ ക്ഷേത്രം സന്ദർശിച്ചു. പിന്നെ കമ്പരാമായണം ഇരുന്ന് കേട്ടു. കമ്പർ മണ്ഡപം ഉദ്ഘാടനം ചെയ്തു. ഈ രാമൻ കേരളത്തിൽ നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ വെറുക്കപ്പെട്ട ഒരു പേരാണ്. അതെ അതെ, കേരളത്തിൽ പൊതുവെ സാഹിത്യരംഗത്ത് എല്ലാം ഈ വലിയ മേധാവിത്വം ഉള്ള ആൾക്കാർ ഇടതുപക്ഷക്കാരാണ്. അതുകൊണ്ട് അഗസ്ത്യഹൃദയം എഴുതിയ മധുസൂദനൻ നായർ പോലും രാമനെപ്പറ്റി ഈ സമയത്ത് ഒരു കവിത അദ്ദേഹത്തിൻ്റെ ഇവിടം വരെ വന്ന് കാണും, പക്ഷേ എഴുതാൻ ധൈര്യപ്പെട്ടില്ല. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിന് മുമ്പേ കരൽക്കാട് താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ഇത് എഴുതിയത് മധുസൂദനൻ നായരാണ്. ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നു അദ്ദേഹത്തിൻ്റെ വരികൾക്കായിട്ട്. രാമനെ പറ്റി എഴുതിയില്ല. നമ്മുടെ ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വളരെ പ്രിയപ്പെട്ട കഥാപാത്രമാണ്, ഇതിഹാസ കഥാപാത്രമാണ് രാമൻ. രാമനെ ചൊല്ലി ബാലേന്ദ്രൻ കരയുക വരെ ചെയ്യും. പക്ഷേ ഒരു വരി എഴുതാൻ ബാലേന്ദ്രന് ധൈര്യം ഉണ്ടായില്ല. ഒരു പക്ഷേ മറ്റ് തിരക്കുകളും ഉണ്ടാവാം. എൻ്റെ ഒരു ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ആരോപണം മാത്രമാണിത്. ഈ 2 കവികളും എഴുതണം എന്ന് ഞാൻ ആഗ്രഹിച്ചു, അവരെഴുതിയില്ല. വിഷ്ണുനാരായണൻ നമ്പൂതിരി ഉണ്ടായിരുന്നെങ്കിൽ എഴുതുമായിരുന്നു. സുഗതകുമാരി ഉണ്ടെങ്കിൽ എഴുതുമായിരുന്നു. കാരണം രാഷ്ട്രത്വം എന്നുള്ളത് അവരുടെ ഉള്ളിൽ ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ഈ കവികളുടെ ഉള്ളിലും ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഒരു എന്തൊക്കെയോ വേണ്ടാത്ത ഭയം അവരെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് ഞാൻ ആരോപിക്കുന്നു. എൻ്റെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമായിരിക്കാം. കാരണം രണ്ടുപേരും തലയെടുപ്പുള്ള വലിയ കവികളാണ്, മധുസൂദനൻ നായരായാലും ബാലേന്ദ്രൻ ചുള്ളിക്കാടാണെങ്കിൽ. പക്ഷേ അവരെഴുതണമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സാഹിത്യകാരന്മാർ പരാജയപ്പെട്ടെടുത്ത് മോദി വിജയിക്കുന്നു. അദ്ദേഹം കവിയല്ല, രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയാം. വേണമെങ്കിൽ ഒരല്പം ഭേദപ്പെടുത്തി രാഷ്ട്രതന്ത്രജ്ഞനാണ് എന്ന് പറയാം. അതിനുമപ്പുറം ഒരു സാധാരണ ഭാരതീയനാണ് മോദി. അതുകൊണ്ട് രാമേശ്വരത്ത് വന്നപ്പോൾ ഒറ്റയ്ക്ക് കടലിലിറങ്ങി. SPG ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല. ദ്വാരകയിൽ അദ്ദേഹം ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് മുങ്ങുകയായിരുന്നു. രാമേശ്വരത്ത് വെറുതെ ഇങ്ങനെ മുങ്ങി നിവർന്നാൽ മതി. യു ഡോണ്ട് നീഡ് എനി പ്രൊട്ടക്ഷൻ. അത് മുങ്ങു മാത്രമല്ല, അടിത്തട്ടിൽ പോയി ആ സ്വിം സ്യൂട്ട് ഉണ്ടല്ലോ അവിടെ, എന്താ പറയുക, അതിനെന്തോ ഒരു പേരൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുള്ളതുകൊണ്ട് SPGക്കാർ കൂടെ ഉണ്ടായിരുന്നു. കാരണം ജീവഹാനി സംഭവിക്കരുതല്ലോ. ഇദ്ദേഹം നീന്തൽ വിദഗ്ധനോ മുങ്ങൽ വിദഗ്ധനോ ഒന്നും അല്ല പ്രധാനമന്ത്രി. ബട്ട് സ്റ്റിൽ ഹി ഡിഡ് ദാറ്റ് അറ്റ് ദിസ് ഏജ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ 83 വയസ്സുള്ളപ്പോൾ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം കൊച്ചിയിൽ വന്നിരുന്നു. അദ്ദേഹം ഒരു യുദ്ധക്കപ്പലിൽ നിന്ന് വേറൊരു യുദ്ധക്കപ്പലിലേക്ക് റോപ്പ് വേയിലൂടെ ഇങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് പോകുന്നൊരു ഏർപ്പാടുണ്ട്. ആ പ്രായത്തിൽ അദ്ദേഹം ആ റോപ്പ് വേയിലൂടെ പോയി.
ഒരു സഹായവുമില്ലാതെ. അപ്പുറത്തെയും ഇപ്പുറത്തെയും കപ്പലിൽ നേവിക്കാർ നിൽപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ 83 വയസ്സുള്ള മനുഷ്യൻ ഒറ്റയ്ക്കാണ്. അദ്ദേഹം റോൾ ചെയ്തങ്ങ് പോയി. അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഇത്ര വലിയ ജീവഹാനി ഉണ്ടാകുന്നൊരു റിസ്ക് എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ദ്വാരകയിൽ മുങ്ങിപ്പൊങ്ങി രാഷ്ട്രത്വം വീണ്ടെടുക്കുക, രാമേശ്വരത്ത് മുങ്ങിപ്പൊങ്ങി രാഷ്ട്രത്വം വീണ്ടെടുക്കുക, രാമേശ്വരത്തെ 28 തീർത്ഥങ്ങളിലും സ്വന്തം കൈകൊണ്ട് ബക്കറ്റിൽ വെള്ളം കോരി സ്വയം കുളിക്കുക. ആ സീനൊക്കെ വന്നിട്ടുണ്ട്. നോബഡി ഹെൽപ്പ് ഹിം. ഹി സെഡ് ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്, ഞാൻ തന്നെയാണ് വെള്ളം കോരി എൻ്റെ തലയിൽ ഒഴിക്കേണ്ടത്. നമ്മൾ സാധാരണ രാമേശ്വരത്ത് പോകുമ്പോഴുണ്ടല്ലോ, അവിടെ കോരി കുളിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ 10-28 പേരുണ്ടാവും. ഇവർക്കൊക്കെ ഒരു ലീഡർ, ഏജൻറ്റ്, അയാൾക്ക് കുറച്ച് കാശൊക്കെ കൊടുക്കണം. അയാൾ വന്നിട്ട് ഈ കിണറിൽ പുറത്ത് നിൽക്കും. എന്നിട്ട് അയാളാണ് ബക്കറ്റ് അകത്തിട്ടിട്ട് വെള്ളം എടുത്തിട്ട് ഈ 18 പേരുടെയും തലയിലേക്ക് അങ്ങനെ ഒരു വീശലാണ്. അത്രേ കിട്ടുള്ളൂ നമുക്ക്. പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ കമ്പർ മണ്ഡപത്തിൽ അദ്ദേഹം ധ്യാനനിരതനായിട്ടിരുന്നു. കമ്പരാമായണം കേട്ടു, അതിൻ്റെ കൂടെ താളം പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇത് ഒരിക്കലും പോവില്ല. തമിഴ്നാട്ടിലേക്ക് ആൾക്കാർ ചോദിക്കുമല്ലോ, എന്ത് രാമൻ? രാമൻ്റെ പേരുള്ള എത്ര സ്ഥലമുണ്ടെന്ന് തമിഴ്നാട്ടിൽ. ജഡായു ചിറകറ്റ് വീണത് തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞാൽ അവിടെയുണ്ട് ജഡായു കുണ്ടം. ജഡായുവിന് വേണ്ടി രാമൻ അന്ത്യകർമ്മങ്ങൾ ചെയ്ത സ്ഥലം ഇവിടെയുണ്ട്. നമ്മുടെ ചടയമംഗലം ജഡായു ആണെന്ന് പറയുന്നു. കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് ജഡായു. ശബരി താമസിച്ചിരുന്നത് ശബരിമലയിലാണെന്നും അതുകൊണ്ടാണ് ശബരിമല എന്ന് പേര് വന്നതെന്നും നമ്മൾ പറയുന്നു. ശബരി കർണാടകത്തിലാണ് അവർ പറയുന്നത്. ഉത്തരേന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 4 ശബരി കാണുന്നത്. ഇവിടെയാണ് ശബരി. ഇങ്ങനെ നമ്മളുടെ സാംസ്കാരികമായ ഒരു വീണ്ടെടുപ്പ്, രാഷ്ട്രത്വത്തിൻ്റെ, നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു വീണ്ടെടുപ്പാണ് മോദി ദ്വാരകയിലും ചെയ്തത്. അതിൻ്റെ കൂടെ ആ തൂക്കുപാലം, ഏറ്റവും നീളമുള്ള ആ തൂക്കുപാലം, ബെയ്ത്ത് ദ്വാരകയെയും ഹോക്കയെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം, അതും ഉദ്ഘാടനം ചെയ്തു. അതൊരു വിസ്മയം ജനിപ്പിക്കുന്ന പാലമാണ്. ഇറ്റ്സ് ആൻ ആർക്കിടെക്ചറൽ മാർവൽ, ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ്സ് ആൻ എൻജിനീയറിംഗ് മാർവൽ. അത് പുതിയ ടെക്നോളജി ഒന്നുമല്ല. ബട്ട് ഇത്രയും നീളത്തിൽ ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ഒരു തൂക്കുപാലം, താഴേന്ന് സപ്പോർട്ടില്ലാതെ മുകളിൽ നിന്ന് മാത്രം വലിച്ചു കെട്ടിയ ഒരു പാലം വരുന്നത്. അപ്പോൾ രാഷ്ട്രത്വം വീണ്ടെടുക്കുക എന്നുള്ളതാണ് മോദി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. അതുമാത്രമേ ഉള്ളൂ കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കേളികെട്ട് ഉയർന്നു കഴിഞ്ഞു. അയോധ്യ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു. ജ്ഞാൻവാപിയിൽ നിന്ന് ഇന്നിപ്പോൾ രാവിലെ വിധി വന്നു. അവിടെ ഹിന്ദു വിഭാഗത്തിന് പൂജയ്ക്ക് സൗകര്യം നൽകിയത് നിരോധിക്കണമെന്ന മുസ്ലിം സംഘടനകളുടെ ആവശ്യം തള്ളി പൂജ തുടരാമെന്ന് പറഞ്ഞു. ജ്ഞാൻവാപി കാശി ഒരു വലിയ പ്രതീകമായി. അപ്പോൾ ദ്വാരകയും ഞാനൊരു കാര്യം പറയട്ടെ, സാമാന്യ ബുദ്ധിയുള്ള 10 മുസ്ലിങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് അത് കാണിക്കുക, ഈ ജ്ഞാൻവാപി മോസ്ക് എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഈസ് എ ടെമ്പിൾ. ഞാൻ വാരാണസിയിൽ പോയിട്ടുണ്ട്, എക്സിസ്റ്റിംഗ് ടെമ്പിൾ. അവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇത് അടിച്ചു പൊളിച്ചുണ്ടാക്കിയതാണ്. അതെ, ആ പടം കണ്ടാൽ നമുക്ക് കമ്പേഴികളിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അവിടുത്തെ ശിവലിംഗം എറിഞ്ഞ കിണർ ഇപ്പോഴും അവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ആ കിണറ്റിലേക്ക് നമ്മൾ വേറെ ഒന്നും വലിച്ചെറിയാതിരിക്കാനായിട്ട് നെറ്റും കെട്ടിയിട്ടുണ്ട്. നമുക്ക് പൈസയോ അതോ ഇതൊന്നും എറിയാനൊന്നും പറ്റില്ല ആ രീതിയിൽ. ഇത് സാമാന്യബുദ്ധി കണ്ടാലറിയാവുന്നവരാണ്. മുസ്ലിങ്ങൾ ഇപ്പോഴും ചെയ്യേണ്ടത് വിവേകത്തോടുകൂടി ഇതെടുത്തോ, ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടേതല്ല. ശരി, ഔറംഗസീബിൻ്റെ കാലത്ത് ചെയ്തു, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട, യു ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഗ്രേസ്ഫുൾ ജസ്റ്ററായിരിക്കുന്നത്. എന്തിനാണ് മുസ്ലിങ്ങൾ ഈ ഔറംഗസീബിനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് എനിക്കറിയില്ല. ഇവരുടെ ഏത് അമ്മാച്ചനാണ് ഈ മുഗൾ സാമ്രാജ്യത്തിലുണ്ടായിരുന്നത്? ഇവരെല്ലാം വരത്തന്മാരായിരുന്നു അല്ലേ? അവർ കൊള്ളയടിച്ച് തിരിച്ചുപോയി. ചിലർ ഇവിടെ തന്നെ മരിച്ചു പോയതുകൊണ്ട് അവരിവിടുത്തുകാരാണെന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചിട്ട് അതെൻ്റെ അപ്പൂപ്പനാണെന്ന് പറഞ്ഞ് ഇവർ നടക്കുന്ന എന്ത് കഥയാണ്? ഒരു ബേസിസും ഇല്ലാത്ത ആർഗ്യുമെൻസാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം സൈഡിൽ വലിയ ചലനം ഉണ്ടാക്കാത്തത്. ഈ രാമജന്മഭൂമിയുടെ ഒരു ഇഫക്റ്റ് അതാണ്. കാരണം കളി അല്പം കൂടിപ്പോയി എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായി, മുസ്ലിങ്ങൾക്ക് മനസ്സിലായി. മുസ്ലിങ്ങൾക്ക് നേരത്തെ മനസ്സിലായിരുന്നു, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കാതെ അവരെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അത് പോയി. അത്രയ്ക്ക് വലിയ ഒരു ആവശ്യം. ഇപ്പോൾ ഈ ഇർഫാൻ ഹബീബ് പറയുന്നു,
അയോധ്യ അത് ക്ഷേത്രം പൊളിച്ച് തന്നെ പണിഞ്ഞ പള്ളിയായിരുന്നു എന്നൊക്കെ ഇർഫാൻ ഹബീബ് ഇപ്പോൾ പറയുന്നു. അയാളുടെ പള്ളിക്കടിക്കേണ്ട ഈ വയസ്സുകാലത്ത് 92 വയസ്സ്. അയാൾ പറഞ്ഞതായിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഉണ്ട്. എവിടെ വെച്ചാണ് പറഞ്ഞത്? തൂക്കിക്കൊല്ലണം. ഈ ദ്രോഹം മുഴുവൻ ഇവർ എത്ര ആളുകളുടെ ജീവനെടുത്തു. ഇപ്പോൾ രാമജന്മഭൂമി കാലത്ത് സംഭവിച്ചത് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നില്ല. രാമജന്മഭൂമി കാലത്ത് ഇതുപോലെ കേസ് കുന്തം ആരാധനയ്ക്ക് അനുവാദം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ ജാഥയും സംഗതിയൊക്കെ ഇടതുപക്ഷം സംഘടിപ്പിച്ചു. അന്നാണ് ഈ സാംസ്കാരിക സമ്മേളനം എന്ന മ്ലേച്ഛ പ്രവൃത്തി കേരളത്തിൽ തുടങ്ങുന്നത്. അത് തുടങ്ങിയത് സുകുമാർ അഴീക്കോടും MN വിജയനുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമ്മേളനം വയ്ക്കുക, അതിൻ്റെ കൂടെ സാംസ്കാരിക സമ്മേളനം. ആ സംജ്ഞ തന്നെ വൃത്തികെട്ട അർത്ഥശൂന്യമായ സംജ്ഞയാണ്. സംസ്കാരങ്ങളുടെ വിവിധ സംസ്കാരങ്ങളുടെ സമ്മേളനമാണ് സാംസ്കാരിക സമ്മേളനം. ഒരേ സംസ്കാരമുള്ള ആൾക്കാർ കൂടിച്ചേരുമ്പോൾ സാംസ്കാരിക സമ്മേളനം ഇങ്ങനെ. കൾച്ചറൽ ഇവൻ്റ് എന്നുള്ള ഇംഗ്ലീഷ് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് ഈ പൊട്ടന്മാരെന്നാൽ ഇവർക്കൊക്കെ മലയാളത്തിൻ്റെ വലിയ ഉസ്താദുകളാണ് സുകുമാർ അഴീക്കോട് MN വിജയൻ. ബട്ട് കൾച്ചറൽ ഇവൻ്റ് തർജ്ജമ ചെയ്തിട്ട് സാംസ്കാരിക സമ്മേളനം എന്നുള്ള പേരിട്ട് ഹിന്ദുക്കളെയും രാമനെയും നിരന്തരം ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. സീതായനം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഭാഷണ പരമ്പര 125 പ്രഭാഷണമല്ലേ സുകുമാർ അഴീക്കോടിന് വശമുള്ളൊരു പരിപാടിയുള്ളൂ. ബാക്കി പുള്ളിയൊന്നും ചെയ്യില്ല, ഒരു സാധനം ചെയ്യില്ല. ഒടുവിൽ സൈകിട്ടിട്ട് T. ജയേന്ദ്രൻ IAS മാതൃഭൂമിയിൽ എഴുതി, ഇങ്ങനെ ഈ ഇരുട്ടിനെ പറ്റി പ്രസംഗിച്ച് നടക്കുന്നുവെന്ന്. എന്നെങ്കിലും എവിടെയെങ്കിലും വെളിച്ചത്തിൻ്റെ ഒരു തിരി കത്തിച്ചിട്ടുണ്ടോ? ഏതെല്ലാം ഉദ്യോഗങ്ങളിൽ അങ്ങിരുന്നു. വൈസ് ചാൻസലറായിരുന്നു, പ്രൊഫസറായിരുന്നു, അങ്ങനെ ഇരുന്നു, ഇങ്ങനെ ഇരുന്നു, എന്തെല്ലാം ഭരണരംഗത്ത് ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും നന്മയുടെ ഒരു കൈത്തിരി കത്തിക്കാൻ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ടോ? നേരം വെളുത്ത വൈകുന്നേരം വരെ ഭൂലോകത്തെ സകലവരെയും കുറ്റം പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷുഭിതനായിട്ട് T. ജയേന്ദ്രൻ എഴുതി. സുകുമാർ അഴീക്കോട് മിണ്ടിയില്ല. സുകുമാർ അഴീക്കോടിൻ്റെ ഒരു തന്ത്രമുണ്ട്. ആ മാതൃഭൂമിയിൽ വിളിച്ചു പറയും, ഇനി അതേപ്പറ്റി ഒന്നും ചർച്ച വേണ്ട കേട്ടോ എന്ന് പറയും. രക്ഷപ്പെട്ടു മാതൃഭൂമിക്കാർ. പിന്നെ ആരെഴുതി എന്തൊക്കെയാണ്? അല്ല, അത് അഴീക്കോട് മാഷ് പറഞ്ഞിട്ടുണ്ട്, അത് അവസാനിപ്പിക്കണം, വിവാദം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സുകുമാർ അഴീക്കോട് എന്ന കാവടികൻ ചെയ്തുകൊണ്ടിരുന്നു. MN വിജയനും അത് ചെയ്തുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ വാരാണസിയെപ്പറ്റി ഒരു 10ാമത്തെയോ 15ാമത്തെയോ സാംസ്കാരിക സമ്മേളനം നടക്കേണ്ട സമയമായി. അനക്കമില്ല ഇടതുപക്ഷത്തിന്. വലിയ മാറ്റമാണ്. കാരണം ഹിന്ദു തിരിച്ചടിക്കാൻ പഠിച്ചിരിക്കുന്നു. കേരളത്തിലെ ഹിന്ദു തിരിച്ചടിച്ചില്ലായിരിക്കും, പക്ഷേ കേരളത്തിന് പുറത്ത് വലിയ അടി കിട്ടുന്നു. അതുകൊണ്ടല്ലേ ഇവൻ വാലും ചുരുട്ടി മടങ്ങിയത്. ആര്? ഉദയനിധി. സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത കക്ഷി. ഞാൻ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു, പക്ഷെ പറഞ്ഞ ആ അർത്ഥത്തിലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുട്ടി വിളിച്ചത് എന്തുകൊണ്ടാണ്? അടി കിട്ടി, അതുകൊണ്ടാണ്. പക്ഷെ TG, എൻ്റെ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ദ്വാരകയിലൂടെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് പ്രൈം മിനിസ്റ്റർ ഒരിടത്ത് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടേയിരിക്കും. ഇന്ത്യയിലെ സ്ഥിതി അതല്ലേ? എപ്പോഴും തെരഞ്ഞെടുപ്പ്. നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ്. ശ്രീകൃഷ്ണ ജന്മഭൂമി വീണ്ടെടുക്കും എന്നുള്ള സന്ദേശമാണോ? അങ്ങനെയാണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. അല്ല, ശ്രീകൃഷ്ണ ജന്മഭൂമി വീണ്ടെടുക്കാൻ ഓൾറെഡി കേസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞല്ലോ. കേസ് തുടങ്ങി. ഇൻഫോർമൽ ടോക്സ് 200 ഏക്കറാണ് ഉത്തർപ്രദേശ് ഗവൺമെൻറ് മുസ്ലിങ്ങൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. 200 ഏക്കർ സ്ഥലം നിങ്ങൾ എടുത്തോളൂ ഫ്രീ ആയിട്ട്. അയോധ്യയിൽ 5 ഏക്കറല്ലേ? 200 ഏക്കറാണ് കൃഷ്ണൻ്റെ ജന്മഭൂമി തിരിച്ചു തരാനായിട്ട്. വഴക്ക് വേണ്ട, കേസും ബുക്കാറൊന്നും വേണ്ട. അത് പോയി കണ്ടാൽ, മധുരയിൽ പോയിട്ടുണ്ടോ? പോയാൽ നമുക്ക് കാണാം. ശ്രീകൃഷ്ണൻ ജനിച്ച ജയിൽ ഇപ്പോഴും ഉണ്ട്, ഭൂമിക്കടിയിലാണ്. ചെറിയൊരു കോണിപ്പടി വഴി ഭൂമിക്കടിയിൽ പോയാൽ അഴിയിട്ട കല്ലുകൊണ്ട്, ഈ കൽത്തുറുങ്ക് എന്നൊക്കെ US പറയാറില്ലേ, ഈ കൽത്തുറുങ്ക് കാണണമെങ്കിൽ മധുരയിൽ ഇപ്പോൾ പോയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കൽത്തുറുങ്കിൽ കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചിരിക്കുന്നു. സങ്കടം തോന്നും നമുക്ക്. തടവിൽ കിടക്കുന്ന കൃഷ്ണൻ. തൊട്ടടുത്ത് ഭീമാകാരമായ മുസ്ലിം പള്ളി. അതിനടുത്ത് ഇസ്കോണിൽ വലിയൊരു അമ്പലം. ആ അമ്പലമാണ് പ്രധാനമന്ത്രി മധുരയിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്കോൺ ക്ഷേത്രമാണ് അദ്ദേഹം സന്ദർശിച്ചത്. ബട്ട് ഈ ഒറിജിനൽ ശ്രീകൃഷ്ണ ജന്മഭൂമി പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഒരു സുദർശന ചക്രം കൊണ്ട് ഇത് മുഴുവൻ നശിപ്പിക്കുമായിരുന്നു. ബട്ട് ഇതൊക്കെ ചെയ്യേണ്ട ചുമതല നമുക്കുള്ളതാണ്.
നമ്മൾ നമ്മുടെ ചുമതല ചെയ്യാതെ ശ്രീകൃഷ്ണൻ വീണ്ടും അവതരിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ അവതാരം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ ശ്രമം മാക്സിമം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാകും. ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ അവതാരം വന്നു എന്ന് വരും. അതല്ലാതെ അവതാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയായിട്ട് ഭാരതത്തെ നമ്മളുടെ ഇതിഹാസങ്ങളിൽ കണ്ടിട്ടില്ല. രാമനും കണ്ടിട്ടില്ല, കൃഷ്ണനും കണ്ടിട്ടില്ല. അതുകൊണ്ട് അവനവൻ്റെ ധർമ്മം നിർവഹിക്കാനാണ് കൃഷ്ണൻ പറഞ്ഞത്. അത് കുറച്ച് പേരെങ്കിലും ഇപ്പം നിർവഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. കൗതുകം കൊണ്ടൊരു സംശയം ചോദിക്കട്ടെ. മോദി കടലിനടിയിൽ ചെന്നിട്ട് ഒരു കെട്ട് മയിൽപ്പീലി കടലിനടിയിലെ മണ്ണിൽ കുഴിച്ചിട്ടൊന്നുമല്ല, നാട്ടി. എന്തായിരിക്കും അതിൻ്റെ മെസ്സേജ്? അത് കൃഷ്ണനുള്ള ഒരു അർപ്പണം, ഇത്രയേ ഉള്ളൂ. കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട ഒരു ആഭരണമായിരുന്നല്ലോ മയിൽപ്പീലി. ഒരു മയിൽപ്പീലി ആയി ഞാൻ പിറന്നുവെങ്കിൽ നിൻ്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും എന്ന് ബിച്ചു തിരുമല എഴുതി. അപ്പോൾ ആ തിരുമുടിക്കുടന്ന അതൊക്കെ ഒരു സങ്കല്പമായിട്ട് നിൽക്കുന്നു. ആകെ ചെയ്യാവുന്നത് കൃഷ്ണൻ്റെ രാജ്യമായിരുന്ന, രാജധാനിയായിരുന്ന ദ്വാരകയിൽ മയിൽപ്പീലി സമർപ്പിക്കുക. കടലിൽ അത് ഒഴുകിപ്പോവും. കുത്തി നിർത്തിയാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും 2 ഇളക്കത്തിൽ, അടിയിൽ തിരയില്ല, പക്ഷേ ഇളക്കമുണ്ട്. ആ ഇളക്കത്തിൽ മെല്ലെ അത് ഒഴുകിപ്പോവും. അത് കൃഷ്ണന് കിട്ടിക്കോളും. കാരണം കൃഷ്ണൻ പ്രളയജലത്തിൽ ആലിലയിൽ കാലിൻ്റെ തള്ളവിരൽ വായിൽ വെച്ച് പിള്ളേർ കിടക്കുന്ന പോലെ കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹമുണ്ട് കടലിൽ, കരയിലുമുണ്ട്. അവിടെ നിന്ന് അധികം വൈകാതെ ഒരു മുരളീരവം നമുക്ക് കേൾക്കാൻ കഴിയട്ടെ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.